ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങൾക്കെല്ലാം നന്ദി, ഒരുപാട് നന്ദി. എൻ്റെ പാർട്ടിക്കാർക്ക്, എൻ്റെ ജനങ്ങൾക്ക്, പാർട്ടിക്കാരുടെ സമബലം ഒരു മാസത്തെ നിതാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിനപ്പുറം എൻ്റെ നാട്ടുകാരുടെ വോട്ട്. LDF വളരെ ഭൂരിപക്ഷം വളരെ താഴ്ന്നിരിക്കുകയാണ്. അല്ല, വരും. കേരള തന്നെ വരും. LDF തന്നെ ഭരിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ 30-40 വാർഡ് എണ്ണിയിട്ടേ ഉള്ളൂ. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും നഗരസഭ ഭരിക്കും. താമരകൾ കൂട്ടത്തോടെ വിരിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളുടെ വിജയ നിമിഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള ഉജ്ജ്വല വിജയമാണ് BJP തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. പകുതി സീറ്റുകൾ സ്വന്തമാക്കി വർഷങ്ങളായി ഭരണം നടത്തിയ LDFനെ തറപറ്റിച്ചിരിക്കുകയാണ് BJP. തിരുവനന്തപുരം പിടിക്കുമെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കുകയാണ്. എല്ലാ പ്രവചനങ്ങളെയും അതിജീവിച്ച് വലിയ മുന്നേറ്റം തന്നെയാണ് BJPയുടെ കാഴ്ചവെച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ വിജയാഹ്ലാദ നിമിഷങ്ങളും അവരുടെ വാക്കുകളും കേൾക്കാം. ഭാരതീയ ജനതാ പാർട്ടി എസ്റ്റേറ്റ് വാർഡിൽ 2015 ഒരു വോട്ടിന് പരാജയപ്പെട്ടുവെങ്കിൽ ഇപ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടെ 351 വോട്ട് 351 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മഹാവിജയമായിട്ട് നമ്മൾ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. എല്ലാ വോട്ടർമാർക്കും എസ്റ്റേറ്റ് വാർഡ് നന്ദി പ്രഖ്യാപിക്കുകയാണ്. അതേപോലെ തന്നെ നിയമസോണിൽ വരുന്ന എല്ലാ ഭാഗവും ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു കഴിഞ്ഞു. നിറമങ്കരിയും പാപ്പനംകോടും കരിമവും മേലാങ്കോടും പൊന്നുമംഗലവും നേമവും എസ്റ്റേറ്റും നിയമസോണിൻ്റെ ഭാഗം വരുന്ന എല്ലാ ഭാഗവും BJP വൻ ഭൂരിപക്ഷത്തിലാണ്. നമസ്കാരം, എൻ്റെ പേര് R. അഭിലാഷ്. എസ്റ്റേറ്റ് വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. 2015 ആദ്യമായിട്ട് മത്സരിച്ചു. അന്ന് വളരെ നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെങ്കിലും അന്ന് ഒരു വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇപ്പോൾ ഈ 2025 351 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഈ വിജയത്തിന് എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാ വോട്ടർമാർക്കും, എസ്റ്റേറ്റ് വാർഡിലെ മുഴുവൻ വോട്ടർമാർക്കും എന്നെ സഹായിച്ച എല്ലാ ആൾക്കാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തി. എത്ര വോട്ടാണ് ജയിച്ചത്? 351. അവിടെ രണ്ടാമതെത്തിയ ആരാണ്? CPM ആണ്. കഴിഞ്ഞ തവണ CPM എവിടെയായിരുന്നു പരാജയം? അല്ലല്ല, നമ്മൾ അന്ന് ആദ്യം പരാജയപ്പെട്ടത് CPM-നോടാണ് ഒരു വോട്ടിന്. ഓക്കെ. കഴിഞ്ഞ നമ്മുടെ സിറ്റിംഗ് വാർഡായിരുന്നു. 2020 നമ്മുടെ വനിതാ സ്ഥാനാർത്ഥി സൗമ്യ വിജയിച്ചു. ഇപ്രാവശ്യം നിലനിർത്താൻ വേണ്ടി സാധിച്ചു. ഇത്തവണ വികസനങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുമോ? ഇപ്പം നമ്മുടെ വികസിത അന്നപുരി എന്നുള്ള സങ്കല്പം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ വോട്ടർമാർ വോട്ട് നൽകിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരമാവധിയുള്ള പരിശ്രമം ചെയ്യും. മുഴുവൻ സമയമായിട്ട് ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. താങ്കൾ ഈ വിജയത്തിനെ എങ്ങനെ ഉറ്റുനോക്കുന്നു? തികച്ചും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സന്തോഷം അതിലുപരിയായി അഭിമാനമുള്ളൊരു സമയമാണിത്. കാരണം മുട്ടടയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിജയം കൂടിയാണിത്. എന്തൊക്കെ വികസനങ്ങൾ താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് മുട്ടട വാർഡിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം? തികച്ചും അവർക്ക് എന്താണോ ആവശ്യം, അവരുടെ ആവശ്യങ്ങൾ എന്താണോ, അവരുടെ പരാതികൾ എന്താണോ, അവരുടെ അഭിപ്രായങ്ങൾ എന്താണോ, അത് തന്നെയായിരിക്കും നമ്മുടെ പ്രവൃത്തികളും. അത്രമാത്രമേ ഉറപ്പ് നൽകുന്നുള്ളൂ.